സംസ്ഥാന സെക്രട്ടറി എന്നുള്ളത് തമ്പുരാൻ പിണറായി വിജയനോട് കൈകൂപ്പിക്കൊണ്ട് ചോദിക്കുകയാണ്. ഗോവിന്ദ മാഷ്, ഞാൻ എന്താ നിലപാട് പറയേണ്ടത്? ഞാൻ എന്താ സംസാരിക്കേണ്ടത്? ഞാൻ ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്? നാട്ടലില്ലാത്ത, തന്റേടമില്ലാത്ത, ആക്ഷേപമില്ലാത്ത ഈ സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നടത്തിക്കൊണ്ടു പോകുമ്പോ പഴയ AK ഗോപാലിനെ പോലെ, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലെ, നായനാരെ പോലെയുള്ള ആളുകളുടെ വാക്കുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ വലിയ കള്ളന്മാർക്ക് വേണ്ടിയിട്ട് കുടപിടിക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗോവിന്ദൻ മാഷ് ആയിപ്പോയല്ലോ എന്ന് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട തൊഴിലാളിയെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയ പിണറായി വിജയൻ അന്ന് ജയിലിൽ പോകാത്തത് കൊണ്ട് വീണ്ടും അവിടെ മറ്റൊരു കൊലപാതകം കൂടി കാണേണ്ടി വന്നുവെങ്കിലും ഇന്ന് വിളിച്ചു ചോദിക്കാൻ ആളുണ്ട്. ക്യാ മിസ്റ്റർ പിണറായി വിജയൻ, ക്യാ ചൽ രഹാ ഹൈ വാം? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുമോ? പിണറായി വിജയന്റെ മകൾ വീണയുടെ കുട്ടിക്ക് കാലാവധി കഴിഞ്ഞ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു പനിയുടെ ഗുളിക കൊടുക്കുമോ മിസ്റ്റർ പിണറായി വിജയൻ? ആ കൊറോണ കാലത്ത് 1600 കോടി രൂപയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറെ കൊണ്ട് നിങ്ങൾ കളവ് നടത്തിച്ചത് കേരളത്തിന്റെ മണ്ണിൽ. പ്രതിപക്ഷ നേതാവ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ചർച്ച വരുമ്പോൾ, ഭരണകൂടത്തിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ആ തെറ്റുകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കൂടുതൽ ചർച്ചയാക്കപ്പെടുമ്പോ ആ ചർച്ചയെ വഴിതിരിച്ചു വിടുന്ന ചില പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് തന്ത്രപരമായി എങ്ങനെ പിണറായി വിജയനെ പ്രതിരോധിക്കണം, എങ്ങനെ പിണറായി വിജയനെ കവചം തീർക്കണം എന്നാണ് റിസർച്ച് ചെയ്തുകൊണ്ട് അതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് VD സതീശൻ. MDMA ലഹരി കേരളത്തിലേക്ക് ഒഴുകുകയാണ്. ആരാണ് ഈ ലഹരി മാഫിയ സംഘത്തിന്റെ തലവന്മാർ? ഒരു മന്ത്രി ഭരണഘടനയെ വെല്ലുവിളിച്ച കുന്തവും കൊടച്ചക്രവും എന്ന് പറഞ്ഞ് ഭരണഘടനയെ ആക്ഷേപിച്ച വെല്ലുവിളിച്ച ഒരു മന്ത്രി ചോദിക്കുകയാണ്, 2 പഫ് എടുത്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ്, പ്രതിപ്പിക്കാമല്ലോ കുഴപ്പം. അധികാരം ഏറ്റെടുത്ത് 3.5 മാസക്കാലം കഴിഞ്ഞിട്ടും സുരേഷ് ഗോപിയുടെ മുന്നിൽ ഒരു ഫയല് വെക്കാത്ത, ഒരു പ്രൊജക്ടിന് പണം ചോദിക്കാത്ത, ഒരു ടൂറിസം വകുപ്പ് മന്ത്രി അമ്മായി അച്ഛനെയും കൂട്ടിയിട്ട് വിദേശ യാത്ര നടത്തി തിരിച്ചു വന്ന കേരളത്തിന് വേണ്ടി ഒന്നും കിട്ടിയില്ല. തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ കൂടെയുള്ള മന്ത്രി വരെ ഓൺലൈൻ യോഗത്തിലും ഓഫ്ലൈൻ യോഗത്തിലും പങ്കെടുത്തു. സുരേഷ് ഗോപിയുടെ മുന്നിൽ റിപ്പോർട്ടുകൾ കൊടുത്തു. ഞങ്ങളുടെ സംസ്ഥാനത്തേക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളാണ് എന്ന് അവതരിപ്പിച്ചു. നിങ്ങൾ ഇവിടെ നിന്ന് പാലെങ്ങനെ ജനങ്ങളിലേക്ക് നല്ല ശുദ്ധമായ പാലെത്തിക്കണമെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് 10 അമ്മമാരെ വിളിച്ചിരുത്തി 1 മണിക്കൂർ ചർച്ച ചെയ്താൽ ആ അമ്മമാര് പഠിപ്പിച്ചു തരും എങ്ങനെയാണ് പശുവിനെ വളർത്തേണ്ടത്, എങ്ങനെയാണ് നല്ല പാൽ ഉത്പാദിപ്പിക്കേണ്ടത്, അതെങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ എത്തിക്കേണ്ടത് എന്ന് അമ്മമാർ പറഞ്ഞു തരും. റിയാസിന്റെ ഹണിമൂൺ കാലഘട്ടമായിരുന്നു. അപ്പൊ റിയാസ് അങ്ങനെ വിദേശ പര്യടനം നടത്തി ജനങ്ങൾക്കെതിരായിട്ടുള്ള അന്യായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടവും ആ ഭരണകൂടത്തെ സഹായിക്കുന്ന പ്രതിപക്ഷവും. സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. നമ്മളെ സംബന്ധിച്ച് ഇതൊരു നൈരന്തര്യമായിട്ടുള്ള പ്രവർത്തനമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം നമുക്ക് 2 വലിയ കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തു തീർക്കാനുണ്ട്. ഒന്ന്, സംഘടനാപരമായിട്ട് കൂടുതൽ ശക്തിപ്പെടുക. 2, കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ ഭരണകൂടത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, ജനങ്ങൾക്കെതിരായിട്ടുള്ള അന്യായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടവും ആ ഭരണകൂടത്തെ സഹായിക്കുന്ന പ്രതിപക്ഷവും. 2 കൂട്ടരെയും അവർ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ, NDAയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുന്ന ഭരണകൂടത്തിന്റെ കാവൽക്കാരായിട്ടുള്ള ഏതൊരു മന്ത്രിയെയും ആ മന്ത്രിയുടെ പ്രവർത്തനത്തെ കൂടുതൽ കേരളത്തിലേക്ക് കൊണ്ടുവരാനും, കേരളത്തിൽ എറണാകുളം ജില്ലയിൽ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും എല്ലാം ഇന്ന് ഭാഗ്യവശാൽ നമുക്ക് സാധിക്കും. കാരണം രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നത് ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. എന്നാൽ അദ്ദേഹം അടിവരയിട്ടുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഒരാൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റോ ജില്ലാ പ്രസിഡന്റോ സംസ്ഥാന പ്രസിഡന്റോ ആകുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തോട് നിങ്ങൾ
ആരാണ് കണക്ക് പറയേണ്ടത്? കണക്ക് പറയേണ്ടത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് പ്രസ്ഥാനത്തിന്റെ വൈപുല്യത്തിനും പ്രസ്ഥാനത്തിന്റെ വിസ്തൃതിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഒരാൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയാൽ, ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ, MLA ആയാൽ, MP ആയാൽ, മുഖ്യമന്ത്രി ആയാൽ, കേന്ദ്രമന്ത്രി ആയാൽ, നിങ്ങൾ ആരായിരിക്കണമെന്ന് കൃത്യമായിട്ടുള്ള നിർവചനം ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? സേവകരെ പോലെ പ്രവർത്തിക്കണം. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരോടും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സേവകരെ പോലെ പ്രവർത്തിക്കണം. ഈ രാജ്യത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള നരേന്ദ്രമോദിജി, ഈ രാജ്യത്തിന്റെ സേവകനായിട്ട് ഞാൻ പ്രവർത്തിക്കും എന്ന് പറയുന്ന നരേന്ദ്രമോദിജി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഏതൊരു സംസ്ഥാനത്തെയും വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ നിങ്ങൾ പ്രൊജക്ട് തരൂ, ഞാൻ നിങ്ങൾക്ക് നൽകിത്തരാം എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കിട്ടിയിട്ട് ആ പ്രധാനമന്ത്രിയുടെ കീഴിൽ ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിച്ചിട്ട്, മുഖ്യമന്ത്രി ഒന്ന് മൂക്ക് വിയർത്താൽ മുഖ്യമന്ത്രിക്ക് ടവലെടുത്ത് തുടച്ചു കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും സുഹൃത്തുമായിട്ടുള്ള VD സതീശനെ കിട്ടിയിട്ട് ഈ കേരളം നേരാം വണ്ണം കൊണ്ടു നടക്കാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രിയായി പോയല്ലോ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് മുഴുവൻ സമൂഹവും ഇന്ന് ചർച്ച ചെയ്യുന്നത്. 6.5 വർഷക്കാലം, അതിനേക്കാൾ കൂടുതലായി അധികാരം ഏറ്റെടുത്തിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ 6.5 വർഷക്കാലത്തിനകം 85 രാജ്യങ്ങളിൽ യാത്ര ചെയ്തു പിണറായി വിജയൻ. 85 വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും, അക്കൗണ്ടബിലിറ്റി ഇല്ലേ പ്രതിപക്ഷ നേതാവിന്? പ്രതിപക്ഷ നേതാവിന് കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിയോളം തുല്യമായിട്ടുള്ള ഒരു കസേര തന്നെയാണ്. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് കേരളത്തെ നയിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ആ കാര്യത്തിൽ സമൂഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന ചുമതലയേക്കാൾ ഉപരിയായിട്ട് ഈ ഭരണകൂടം ചെയ്യുന്നത് തെറ്റാണെന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ നേടിയെടുത്തുകൊണ്ട് കേരളത്തിലെ സർവ്വസാധാരണക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നും പറയാൻ ബാധ്യതപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ചർച്ച വരുമ്പോൾ, ഭരണകൂടത്തിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ആ തെറ്റുകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കൂടുതൽ ചർച്ചയാക്കപ്പെടുമ്പോ ആ ചർച്ചയെ വഴിതിരിച്ചു വിടുന്ന ചില പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് തന്ത്രപരമായി എങ്ങനെ പിണറായി വിജയനെ പ്രതിരോധിക്കണം, എങ്ങനെ പിണറായി വിജയന് കവചം തീർക്കണം എന്നാണ് റിസർച്ച് ചെയ്തുകൊണ്ട് അതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് VD സതീശൻ. അപ്പോ എറണാകുളം ജില്ലയിൽ ജില്ലാ അധ്യക്ഷനായിട്ട് മിസ്റ്റർ ഷൈജു സ്ഥാനം ഏറ്റെടുക്കുമ്പോ 2 ഭരണകക്ഷിയെയും പ്രതിപക്ഷ കക്ഷിയുടെയും കൃത്യതയില്ലാത്ത പ്രവർത്തനത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കുകയും നിരന്തരം സമരമുഖങ്ങൾ തുറക്കുകയും മനുഷ്യർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സേവകനായ പ്രധാനമന്ത്രിയുടെ എറണാകുളത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള ചുമതലയാണ് ഷൈജുവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് സുഖകരമായിട്ടുള്ള ഒരു കസേരയാണ്. കുട്ടികളുടെ കൂടെ ടൂർ പോകാൻ പറ്റില്ല, ഭാര്യ വിളിക്കുന്ന സ്ഥലത്തേക്കെല്ലാം യാത്ര ചെയ്യാൻ പറ്റില്ല. ഈ കസേര എന്ന് പറയുന്നത് അത് മണ്ഡലം പ്രസിഡന്റ് ആകട്ടെ, ജില്ലാ പ്രസിഡന്റ് ആകട്ടെ, സംസ്ഥാന പ്രസിഡന്റ് ആകട്ടെ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, നമ്മൾ 10 കൊല്ലവും 15 കൊല്ലവും 20 കൊല്ലവും പ്രവർത്തിച്ച്, അല്ലെങ്കിൽ 25 കൊല്ലവും 30 കൊല്ലവും പ്രവർത്തിച്ച് തിരിഞ്ഞു നോക്കുമ്പോ മക്കൾ ചോദിക്കും, അമ്മ എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ഞങ്ങളെ? അച്ഛൻ എവിടേക്കെങ്കിലും ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ വീടിനകത്താണോ എന്നുള്ള കാര്യം ആർക്കാണ് അറിയാത്തത്? എന്തിനാണ് നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചത്? എന്തുകൊണ്ടാണ് നമ്മൾ മുഴുവൻ സമയം പ്രവർത്തകരായത്? നമ്മൾ പരാജയപ്പെട്ടിട്ടും അവഹേളനങ്ങളും അധിക്ഷേപങ്ങളും ഏറ്റുവാങ്ങിയിട്ടും ഈ പാർട്ടിക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇല്ലാത്ത കാലഘട്ടം മുതൽ റോഡിൽ, ചായക്കടയുടെ മുമ്പിൽ എവിടെയും ഈ പ്രസ്ഥാനത്തെ വളർത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ചെടുത്തുകൊണ്ട്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ 48 മണിക്കൂർ സമയം DGP പറഞ്ഞു. എന്താണ്
DGP ഓഫീസിന്റെ മുന്നിൽ ഉപരോധം ഏർപ്പെടുത്താൻ സാധ്യമല്ല, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഒരു പെൺകുട്ടി കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോധ്യമായപ്പോ 48 മണിക്കൂർ പായ വിരിച്ച് DGPയുടെ ഓഫീസിന്റെ മുന്നിൽ കിടന്ന് അവസാനം സമരപ്പന്തല് DGPയുടെ നേതൃത്വത്തിൽ കെട്ടിത്തരേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് നമ്മൾ മഹിളാ മോർച്ചയുടെ പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകൾ. ഓർമ്മയില്ലേ? അപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയോ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ താഴ്ത്തടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി, ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദൗത്യം ഏറെ വർദ്ധിക്കുകയാണ്. നമ്മൾ പറയുന്നത് ഏകാത്മ മാനവ ദർശനമാണ്. എന്താണ് ഏകാത്മ മാനവ ദർശനം? ഏകാത്മ മാനവ ദർശനത്തിന്റെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ദീനദയാൽ ഉപാധ്യായജി പറഞ്ഞിട്ടുള്ള എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പദം അത് തന്നെയാണ്. എന്താണ്? എല്ലാവർക്കും സുഖമുണ്ടാകണം, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകണം, എല്ലാവർക്കും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ, ഏറ്റവും അവസാനത്തെ വരിയിൽ നിൽക്കുന്ന ആളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകയും പ്രവർത്തിക്കേണ്ടത്. അതിനർത്ഥം ഏകാത്മ മാനവ ദർശനത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഗാന്ധിയൻ ദർശനത്തിലെ നല്ല വശങ്ങൾ നമ്മൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യലിസത്തിലെ നല്ല വശങ്ങൾ അത് നമ്മൾ ആർജിച്ചെടുക്കുകയും അത് നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി അവരുടെ നയത്തെ, അവരുടെ ചിന്തകളെ അവർ വിവിധ ലോകരാജ്യങ്ങളിൽ അവർ പ്രചരിപ്പിച്ചത്. എവിടെ നിന്നാണോ അവർ തുടങ്ങിയത്, ഏത് രീതിയിലായിരുന്നു അവർ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയത്, അവർക്കും മനസ്സിലായി, സമൂഹത്തിനും മനസ്സിലായി. എന്താണ്? 20,000 കോടി രൂപ ആഫ്രിക്കയിലെ ഒരു പ്രദേശത്ത് നിക്ഷേപിച്ചുകൊണ്ട് അതിലൊരു പ്രധാനപ്പെട്ട പങ്കാളിത്തം ഈ കേരളത്തിലെ ചില വ്യക്തികളുടെ ഫണ്ട് ആ 20,000 കോടി രൂപയ്ക്കകത്തുണ്ട് എന്ന് പൊതുസമൂഹത്തിന്റെ മുഖത്ത് നോക്കി പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാവൽക്കാർ എന്ന് പറഞ്ഞ അധികാരം ഏറ്റെടുത്ത ഒരു MLA തന്നെ തയ്യാറായി കേരളത്തിന്റെ മണ്ണിൽ. ആരും ചോദ്യം ചോദിച്ചില്ല, ആരും ഉത്തരം പറഞ്ഞില്ല. എറണാകുളത്തുകാരനായിട്ടുള്ള രാജീവൻ ദാവോസിലേക്ക് ഒരു യാത്ര നടത്തി. എന്തിനാണ് ദാവോസിലേക്ക് പോയത്? വ്യവസായ വകുപ്പ് മന്ത്രി കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ദാവോസിലേക്ക് യാത്ര നടത്തുമ്പോ 10 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് യാത്ര നടത്തിയതെങ്കിൽ എന്ത് ഉപകാരമാണ് ആ യാത്രയെ തുടർന്നുണ്ടായത്? നിങ്ങൾ 85 ലോകരാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോ 85 രാജ്യങ്ങൾ ചുറ്റി വന്നതിന് ശേഷം യൂറോപ്പിൽ പോയിട്ട് നിങ്ങൾ സമുദ്രത്തിനടിയിൽ എങ്ങനെ വാഴ നടണം എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളുടെ പണമെടുത്ത് മുടിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര നടത്തി. നിങ്ങൾ ഇവിടെ നിന്ന് പാലെങ്ങനെ ജനങ്ങളിലേക്ക് നല്ല ശുദ്ധമായ പാലെത്തിക്കണമെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് 10 അമ്മമാരെ വിളിച്ചിരുത്തി 1 മണിക്കൂർ ചർച്ച ചെയ്താൽ ആ അമ്മമാര് പഠിപ്പിച്ചു തരും എങ്ങനെയാണ് പശുവിനെ വളർത്തേണ്ടത്, എങ്ങനെയാണ് നല്ല പാൽ ഉൽപ്പാദിപ്പിക്കേണ്ടത്, അതെങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ എത്തിക്കേണ്ടത് എന്ന് അമ്മമാർ പറഞ്ഞു തരും. ഇതിനു വേണ്ടി നിങ്ങൾ കോടികൾ ചെലവഴിച്ച് വിദേശ യാത്ര നടത്തി. നിങ്ങൾ വ്യവസായ വകുപ്പ് മന്ത്രി പോയി, ഇവിടെ നിന്ന് റിയാസ് പോയി. റിയാസിന്റെ ഹണിമൂൺ കാലഘട്ടമായിരുന്നു. അപ്പൊ റിയാസ് അങ്ങനെ വിദേശ പര്യടനം നടത്തി, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ വിദേശ പര്യടനം നടത്തിയപ്പോൾ ടൂറിസത്തിന്റെ മന്ത്രിയാണ് നിങ്ങൾ, അല്ലെ? നിങ്ങൾ PWD മിനിസ്റ്ററാണ്. ടൂറിസത്തിന്റെ മന്ത്രിയായിട്ടുള്ള റിയാസിനെ കേരളത്തോട് ആത്മാർത്ഥതയൊന്നും ഉണ്ടായിരുന്നുവെങ്കിൽ ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടി കേന്ദ്രത്തിന്റെ ശ്രീമാൻ നരേന്ദ്രമോദി കൊടുത്ത മന്ത്രിയുണ്ട്, കേന്ദ്രമന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപി. ഒരു തവണ സുരേഷ് ഗോപിയെ കണ്ടോ? ഏതെങ്കിലും ഒരു പ്രൊജക്ട് ക്യാബിനറ്റ് മിനിസ്റ്ററുടെ മുന്നിൽ, ഈ മന്ത്രിയുടെ മുന്നിൽ വെക്കാൻ റിയാസ് തയ്യാറായില്ല. റിയാസ് ഇവിടെ നിന്ന് ലോകരാജ്യത്തേക്ക് പര്യടനം നടത്തി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ, ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെയും ടൂറിസം വകുപ്പ് മന്ത്രിമാർ, ഈവൻ തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ കൂടെയുള്ള മന്ത്രി വരെ ഓൺലൈൻ യോഗത്തിലും ഓഫ്ലൈൻ യോഗത്തിലും പങ്കെടുത്തു. സുരേഷ് ഗോപിയുടെ മുന്നിൽ റിപ്പോർട്ടുകൾ കൊടുത്തു. ഞങ്ങളുടെ സംസ്ഥാനത്തേക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളാണ് എന്ന് അവതരിപ്പിച്ചു. എന്നാൽ അധികാരമേറ്റെടുത്ത് 3.5 മാസക്കാലം കഴിഞ്ഞിട്ടും സുരേഷ് ഗോപിയുടെ മുന്നിൽ ഒരു ഫയൽ വെക്കാത്ത, ഒരു പ്രൊജക്ടിന് പണം ചോദിക്കാത്ത ഒരു ടൂറിസം വകുപ്പ് മന്ത്രി അമ്മായി അച്ഛനെയും കൂട്ടിയിട്ട് വിദേശ യാത്ര നടത്തി തിരിച്ചു വന്ന കേരളത്തിന് വേണ്ടി ഒന്നും കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഞങ്ങളെ അന്യായമായിട്ട് നിങ്ങൾ അധിക്ഷേപിക്കുന്നുണ്ട്.
കേരളത്തിലെ അതിന് ചില ആളുകളൊക്കെ സഹായിക്കുന്നുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി ഒന്ന് പച്ച പിടിക്കാതിരിക്കാൻ വേണ്ടി റിസർച്ച് നടത്തിക്കൊണ്ട് ഇപ്പൊ ചില മഹാന്മാരൊക്കെ ഇരുന്നിട്ട് പറയുകയാണ് BJP-യിൽ ഇന്ന ആളാണ് നല്ലയാള്, ഇന്ന ആള് മോശമാണ്, ഇന്ന ആള് അവരുടെ കൂടെ ഇന്ന ആളുകളൊക്കെയാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കാത്തത് പൊതുയോഗം നടത്തി 1.5 മണിക്കൂർ ചില ആളുകളുടെ കാര്യങ്ങള് വ്യക്തമായിട്ട് പ്രതിപാദിക്കാൻ ഞാൻ എന്തായാലും റോഡിൽ നിൽക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എറണാകുളം ജില്ലയിൽ വന്ന് ഷൈജുവിന്റെ ഈ സ്ഥാനാരോഹണം കാണാൻ വേണ്ടി സന്തോഷത്തോടു കൂടി ഞാൻ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഷൈജു ആദ്യമായിട്ട് പ്രസംഗം നടത്തുമ്പോ ആ പ്രസംഗ വേദിയില് ഷൈജുവിന്റെ ചേച്ചിയായി സഹോദരിയായി ഷൈജുവിന്റെ കൈ പിടിക്കാൻ ഞാൻ അമ്മേ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഈ ജില്ലാ പ്രസിഡന്റിന്റെ കസേരയോ സംസ്ഥാന പ്രസിഡന്റിന്റെ കസേരയോ ശോഭാ സുരേന്ദ്രൻ ഇരിക്കുന്ന സംസ്ഥാന ഉപാധ്യക്ഷയുടെ കസേരയോ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാ ബൂത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തെ എത്തിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ആ പ്രവർത്തനം തീർച്ചയായിട്ടും നമുക്കുണ്ടാകും. പിന്നെ വർഷങ്ങളോളം ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ ജില്ലാ സെക്രട്ടറി ആയിട്ട് 30 കൊല്ലം, അല്ലെങ്കിൽ പിണറായി വിജയൻ ഇഷ്ടമുള്ളയാൾ സംസ്ഥാന സെക്രട്ടറി ആകാൻ കൂടുതൽ യോഗ്യരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിലും ചില പ്രത്യേക തൽപര കക്ഷികൾ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരിക്കുക. ഏതെങ്കിലും ഒരാളെ ക്രൂരമായി കൊലയ്ക്ക് കൊടുത്താലും ആ കൊലയ്ക്ക് കൊടുത്തവരെ സംസാരിക്കണോ സംസ്ഥാന സെക്രട്ടറി എന്നുള്ളത് തമ്പുരാൻ പിണറായി വിജയനോട് കൈകൂപ്പിക്കൊണ്ട് ചോദിക്കുകയാണ് ഗോവിന്ദ മാഷ്. ഞാൻ എന്താ നിലപാട് പറയേണ്ടത്? ഞാൻ എന്താ സംസാരിക്കേണ്ടത്? ഞാൻ ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്? പത്തനംതിട്ടയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മരണപ്പെട്ടു പോയിട്ടുള്ള നവീൻ കുമാറിന്റെ കുടുംബത്തോടൊപ്പമാണ്. അതുകൊണ്ട് ഞാൻ എന്തു പറയണം എന്ന് ചോദിക്കുന്ന നാട്ടല്ലില്ലാത്ത, തന്റേടമില്ലാത്ത, ആക്ഷേപമില്ലാത്ത ഈ സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നടത്തിക്കൊണ്ട് പോകുമ്പോ പഴയ AK ഗോപാലിനെ പോലെ, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലെ, നായനാരെ പോലെയുള്ള ആളുകളുടെ വാക്കുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ വലിയ കള്ളന്മാർക്ക് വേണ്ടിയിട്ട് കുടപിടിക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗോവിന്ദൻ മാഷ് ആയിപ്പോയല്ലോ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അല്ലെ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സർവേ വിഷുവിന സന്തു, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാ കച്ചിത് ദുഃഖം അബ്ദുലേ എന്നുള്ള മംഗളശ്ലോകം ചെല്ലുമ്പോ ഗോവിന്ദൻ മാഷുക്കും ആയുരാരോഗ്യം ഉണ്ടാകണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, ഐശ്വര്യമുണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, അതാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ആപ്തവാക്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ഗോവിന്ദൻ മാഷിനെ പോലെയുള്ള സംസ്ഥാന സെക്രട്ടറിമാർ കേരളത്തിൽ ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നു എന്ന് പറയാൻ ലജ്ജയാണത്, ലജ്ജാകരമാണത്. നിങ്ങൾ ചോദിക്കണം മാഷെ, 1600 കോടി രൂപ കൊറോണ കാലത്ത് നിങ്ങൾ അഴിമതി നടത്തി. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നിങ്ങൾ അഴിമതി നടത്താൻ പ്രേരിപ്പിച്ചു. നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ മുഖ്യമന്ത്രി 1600 കോടി രൂപ നമ്മുടെ പാവപ്പെട്ട മനുഷ്യർ പിടഞ്ഞു വീണ കൊറോണയിൽ മരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മൃതദേഹത്തിനരികിൽ സ്വന്തം അച്ഛൻ നഷ്ടപ്പെട്ട്, ഉപ്പ നഷ്ടപ്പെട്ട്, അല്ലെ അപ്പച്ചൻ നഷ്ടപ്പെട്ട് ആ മൃതശരീരത്തൊന്ന് തൊടാൻ പോലും സാധിക്കാതെ വേദനയുടെ നാളുകളിൽ കൊറോണ കാലത്ത് കേരളത്തിലെ ജനങ്ങൾ ദുഃഖവും ദുരിതവും അനുഭവിക്കുമ്പോ ആ കൊറോണ കാലത്ത് 1600 കോടി രൂപയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറെ കൊണ്ട് നിങ്ങൾ കളവ് നടത്തിച്ചത് കേരളത്തിന്റെ മണ്ണിൽ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുമോ? പിണറായി വിജയന്റെ മകൾ വീണയുടെ കുട്ടിക്ക് കാലാവധി കഴിഞ്ഞ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു പനിയുടെ ഗുളിക കൊടുക്കുമോ മിസ്റ്റർ പിണറായി വിജയൻ? കൊടുക്കുമോ? നിങ്ങൾ കൊടുക്കില്ല. നിങ്ങൾക്ക് അമേരിക്കയിലാണ് ചികിത്സ, നിങ്ങളുടെ കുടുംബത്തിന് അമേരിക്കയിലാണ് ചികിത്സ. പക്ഷെ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ വീട്ടിൽ അവൻ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയാൽ MRI സ്കാൻ ഇല്ല. എന്താണ്? മെഷീൻ കേടാണ്. CT സ്കാൻ ഉണ്ടോ? ആ മെഷീനും കേടാണ്. ലബോറട്ടറി ഉണ്ടോ? അവിടെ ടെസ്റ്റ് ഇല്ല. പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് എഴുതി കൊടുക്കുകയാണ്. 1600 കോടി രൂപ നിങ്ങൾ കൊറോണ കാലത്തെ കട്ടുപിടിച്ചപ്പോ ഞാൻ നോക്കുകയായിരുന്നു. കേരളത്തിൽ 5 വർഷത്തിനിടയിൽ കേരള മെഡിക്കൽ കോർപ്പറേഷൻ വാങ്ങിക്കൂട്ടിയ 235 കോടി രൂപയുടെ യന്ത്രങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ കീഴില് യന്ത്രം പണിയെടുക്കുന്നില്ല, പണി മുടക്കിയിരിക്കുകയാണ്. ആരാണ് ആ യന്ത്രം നശിപ്പിച്ചത്? എത്ര
നിങ്ങളുടെ യന്ത്രത്തിന് നിങ്ങൾ വില കൊടുത്തു വാങ്ങുമ്പോ ആ യന്ത്രം എത്ര കാലം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് മിസ്റ്റർ പിണറായി വിജയൻ ആരോഗ്യ വകുപ്പിന്റെ മേഖലയിൽ നിങ്ങൾ യന്ത്രം വാങ്ങിയത്? ആ യന്ത്രം ആരാണ് കേടുവരുത്തുന്നത്? നിങ്ങൾ ലബോറട്ടറിയിലെ ലാബ് ടെക്നീഷ്യൻസിന്റെ തലയിൽ കുറ്റം ചാർത്തിയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ MRI സ്കാൻ അതിന്റെ മെഷീനറി പ്രവർത്തനം ചെയ്യുന്ന ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ CT സ്കാൻ വർക്ക് ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പറയുകയാണ് ആരോഗ്യ വകുപ്പിന്റെ കീഴില് 250 കോടിയോളം വില കൊടുത്തുകൊണ്ട് വാങ്ങിയിട്ടുള്ള മെഷീൻ തകർത്ത് കളയാൻ, നശിപ്പിച്ചു കളയാൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഉപജാപക സംഘം കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സഹോദരി പാവിരിച്ച് താഴെ കിടക്കുകയാണ്. മെഡിക്കൽ കോളേജുകളിൽ കിടക്കാൻ കിടക്കയില്ല, ബെഡില്ല, ആവശ്യത്തിന് മരുന്നില്ല, ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല, നോക്കാൻ നേഴ്സുമാരില്ല. എന്താണ് ഈ കേരളത്തിന്റെ സ്ഥിതി? ഈ ആരോഗ്യ മേഖലയിലെ പാവപ്പെട്ടവന്റെ പ്രശ്നത്തെ കുറിച്ച് ചോദിക്കാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം തയ്യാറാകാത്തത്? എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്? ആരാണ് ഇദ്ദേഹത്തിന് ഈ സാഹചര്യം ഒരുക്കി കൊടുത്തത്? കേരളത്തിലെ പാവപ്പെട്ടവന്റെ കുടുംബങ്ങളിൽ നിന്ന് ഗുരുതരമായി രോഗം ബാധിച്ചുകൊണ്ട് ആശുപത്രിയിൽ പോയ മനുഷ്യർക്ക് നിങ്ങൾ കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തു. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്? എന്തിനാണ് കേരളത്തില് ഒരു ഭരണകൂടം, എന്തിനാണ് കേരളത്തില് പ്രതിപക്ഷ നേതാവിനെ ചെലവും എടുത്തുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ നോക്കി സംരക്ഷിക്കുന്നത്? മിസ്റ്റർ VD സതീശൻ, ഇനിയെങ്കിലും ഒന്ന് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കാൻ തയ്യാറാകണം, നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാകണം. ആ പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളിൽ നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമായ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മറ്റൊരു മുന്നണിയെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു. അങ്ങനെ ചിന്തിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. എന്റെ മത്സര സമയത്ത് എന്നെ നോക്കാൻ പാർട്ടി നിയോഗിച്ചിട്ടുള്ള 2 പേരിൽ ഒരാളാണ് ഇവിടെ ഇരിക്കുന്ന ശ്രീമാൻ പന്തളം. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് ലീഡറുടെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുജനാണ്, നമ്മുടെ പാർട്ടിയിലേക്കാണ് വന്നത്. അദ്ദേഹത്തിന് വരാൻ ആഗ്രഹമൊക്കെ ഉണ്ടാകും, പക്ഷെ ഞങ്ങൾ അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല, കൈപിടിക്കാൻ പോയിട്ടില്ല. ആ ശ്രീമാൻ നമ്മുടെ പ്രിയപ്പെട്ട എന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ആലപ്പുഴയില് പാർലമെന്റിൽ പ്രവർത്തിക്കാൻ പോയപ്പോ കോൺഗ്രസിലെ ചില ആളുകളോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭരിക്കുന്ന കോൺഗ്രസിന്റെ കണ്ടല്ലൂർ പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ ബഹുഭൂരിപക്ഷം വോട്ടുകളും ഞങ്ങൾ വാങ്ങും. അത് പറഞ്ഞ സമയത്ത് ഞങ്ങളെ കളിയാക്കിയ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ വോട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പെട്ടി പൊളിച്ചപ്പോ ആലപ്പുഴയില് കണ്ടല്ലൂരില് കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുള്ള പഞ്ചായത്ത് 1ാം സ്ഥാനം BJPക്ക് താമര ചിഹ്നത്തിന്. ഞങ്ങൾ കരിവാട്ടിയിൽ പോയി, ഞങ്ങൾ ചെട്ടിക്കുളങ്ങരയിൽ പോയി, ഞങ്ങൾ അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ യാത്ര ചെയ്തപ്പോ BJPയുടെ 2ഓ 3ഓ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുള്ള പഞ്ചായത്തുകളിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന 4 പഞ്ചായത്തുകൾ BJP 1ാം സ്ഥാനത്ത്. വയലാറിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊട്ടളമായിട്ടുള്ള വയലാറിന്റെ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടി 1ാം സ്ഥാനത്ത്. അവിടെ ഞങ്ങൾ നോക്കുന്ന സമയത്ത് പുന്നപ്രയിൽ ഭാരതീയ ജനതാ പാർട്ടി 1ാം സ്ഥാനത്ത്. അപ്പൊ കോൺഗ്രസോ മാർക്സിസ്റ്റ് പാർട്ടിയോ വ്യത്യാസമില്ലാതെ ജനങ്ങൾ BJPയെ സ്വീകരിച്ച ഒരു കാഴ്ച എനിക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കാണാൻ സാധിച്ചു. എനിക്ക് മാത്രമാണോ? അല്ല. നമ്മുടെ നാട്ടിൽ കണ്ണൂരിൽ പിണറായി വിജയന്റെ പാറപ്പുറത്ത്, കരിവള്ളൂരിൽ, എല്ലാം നമ്മൾ പരിശോധിച്ചു നോക്കിയാലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചുവന്ന കൊടി പിടിച്ച, മുദ്രാവാക്യം വിളിച്ച്, ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച സഖാക്കന്മാർ അവരുടെ വീടിനകത്തിരുന്നു കൊണ്ട് അവരുടെ കുട്ടി അവരോട് പറഞ്ഞു, അച്ഛാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടി അല്ല ഈ മാർക്സിസ്റ്റ് പാർട്ടി. കോൺഗ്രസ്സുകാരനോട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടി അല്ല ഈ കോൺഗ്രസ് പാർട്ടി, മോദി മാമന്റെ പാർട്ടിക്കാണ് അച്ഛന്റെ മകൻ ഞാൻ വോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പ്രവർത്തകന്മാർ ഈ കേരളത്തിൽ മൗനമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് നൽകി. എന്തു സംഭവിച്ചു? 20% വോട്ടുള്ള പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? ജനം പ്രതീക്ഷിക്കുകയാണ്. ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹം സേവകനായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ ഒരു വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു പാർട്ടിയാക്കി അവരോധിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ നമ്മളുടെ മുന്നിൽ നമുക്ക് അനുകൂലമായിട്ട് വോട്ട് നൽകിയിട്ടുള്ളതെങ്കിൽ ആ
ജനതാ പാർട്ടിയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ്. എന്താണ്? അതിന്റെ തലത്തിലേക്ക്, ഓരോ വ്യക്തിയുടെയും മനസ്സ് നമ്മളിൽ അർപ്പിച്ചിട്ടുള്ള തലത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കൂടുതൽ കൂടുതൽ ഉണർന്നെണീക്കണം എന്നുള്ളതാണ്. ആ ഉണർന്നെണീക്കാനുള്ള മറ്റൊരു, ഇത് ഒരു തുടർച്ചയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് തുടർച്ചയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം യുവമോർച്ചയിലെ 2 കുട്ടികളെ ഒരു 10-20 മിനിറ്റ് സമയം സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്ക് ഇത്രയും വയസ്സായി പോയി എന്ന്. ഞാൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് എനിക്ക് വയസ്സായിട്ടില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആ യുവമോർച്ചക്കാരി കുഞ്ഞിനെയുമായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നാളെ എത്ര കടന്നുപോയി എന്ന്. 13 വയസ്സിൽ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഭാരതീയ എന്താ പറയാ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ബാലഗോകുലത്തിൽ വന്ന് അവിടെ കവിതകൾ പഠിച്ച്, നാവൂറിൽ പഠിച്ച്, കടങ്കഥകൾ ചൊല്ലി, അദ്ദേഹം ഓർമ്മയില്ലേ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ എന്ന് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അടുത്തയാൾ ബാക്കി പറയണം. ദൃഷ്ട്വാദു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദ ആചാര്യം ഉപസംഗമ്യ രാജാവചനം അബ്രവീത് എന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങൾ ഞങ്ങൾ അങ്ങനെ രണ്ടുപേരായിട്ട് കുട്ടികൾ ഇരുന്ന് ചൊല്ലും. ആ 13 വയസ്സിൽ നിന്ന് 50 വയസ്സിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ അറിയാതിരിക്കാനുള്ള കാരണം ഈ പ്രസ്ഥാനം നമുക്ക് ഹൃദയത്തിൽ പതിച്ചു നൽകിയിട്ടുള്ള ഏകാത്മ മാനവ ദർശനത്തിന്റെ വിജയം കൊണ്ടാണ്. കണ്ണീരില്ലാത്തത് കൊണ്ടാണോ? വേദനിക്കാത്തത് കൊണ്ടാണോ? നമുക്ക് പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടാണോ? അല്ല. നമ്മളെക്കാൾ കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നവരെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്താൻ പഠിപ്പിച്ച അടൽ ബിഹാരി വാജ്പേയി പാർലമെന്റിനകത്ത് 2 പേരെ ചൂണ്ടി ശ്രീമതി ഇന്ദിരാഗാന്ധി അടൽ ബിഹാരി വാജ്പേയിയുടെ മുന്നിൽ കളിയാക്കിയപ്പോ അന്ന് അടൽജി പറഞ്ഞു, സൂരജ് ഹോത്തോ കമൽ കിലേഗ, സൂര്യൻ ഉണ്ടെങ്കിൽ താമര വിരിയുമെന്ന് പ്രഖ്യാപിച്ച അടൽജിയുടെ നേതൃത്വത്തിൽ തുടങ്ങി ഏകാത്മ മാനവ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഏറ്റവും സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവന് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ആഹ്വാനം നൽകിയത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ മുതിർന്ന കാര്യകർത്താക്കന്മാരുണ്ടല്ലോ, ഞങ്ങളെയൊക്കെ വളർത്താൻ ജയ് വിളിച്ചവരാണ്, കൊടി പിടിച്ചവരാണ്. നിങ്ങൾ ഫ്ലെക്സ് ബോർഡുകൾ ആഗ്രഹിച്ചില്ല. നിങ്ങൾ ആഗ്രഹിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയിൽ ആര് മണ്ഡലം പ്രസിഡന്റ് ആയാലും ജില്ലാ പ്രസിഡന്റ് ആയാലും സംസ്ഥാന പ്രസിഡന്റ് ആയാലും അവർ ശരിയായ ദിശയിൽ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച നിസ്വാർത്ഥമതികളായിട്ടുള്ള വർഷങ്ങളോളം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച തലമുതിർന്ന ആളുകൾ എന്റെ മുന്നിൽ ഇരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ ഒരു സുപ്രഭാതത്തിൽ ശോഭാ സുരേന്ദ്രൻ ആയതല്ല, ആണോ? നിങ്ങളാണ് ആക്കിയത്. നിങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും വളർത്തിയത്. അതുകൊണ്ട് ഷൈജുവിന്റെ തലയിൽ കൈവച്ച് നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കുമ്പോ ഷൈജുവിലുള്ള ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് വരാൻ പോകുന്ന നാളുകളിൽ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും റോൾ ഏറ്റെടുത്തുകൊണ്ട് ധാർമ്മികമായ പ്രതിപക്ഷത്തിന്റെ കളിക്കാരനായിട്ട് ഷൈജുവും ടീമും ഈ എറണാകുളത്തിനകത്ത് ഉണ്ടാകണം എന്നും അതിന് ഷൈജുവിന് തന്റേടം ഉണ്ടാകണമെന്നും അതിന് ഷൈജുവിനെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാനായിട്ടാണ് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് ഈ നാടിനെ മാറ്റണം. കൊട്ടേഷൻ സംഘങ്ങളില്ലാത്ത കേരളം നമുക്ക് സൃഷ്ടിക്കണം. സ്വർണ്ണക്കടത്തില്ലാത്ത കേരളം നമുക്ക് സൃഷ്ടിക്കണം. ഇവിടെ എത്രയോ പാടശേഖരങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു. പാടശേഖരങ്ങളിൽ കൃഷി ചെയ്യാൻ അധ്വാനിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ കൂട്ടായ്മ നമുക്കുണ്ടാക്കണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് NDAയുടെ ഒരാളെ ഇരുത്തണം എന്നുള്ളതാണ് ഷൈജു ഏറ്റെടുക്കേണ്ട ശപഥം എന്ന് പറയുന്നത്. അതിന് എറണാകുളം ജില്ലയ്ക്കും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള പ്രവർത്തനം ചെയ്യാൻ സാധിക്കുമെന്നുള്ള അടിവരയിട്ട ബോധ്യം അതിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഷൈജുവിന് ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുകയാണ്. 2.5% വോട്ടുള്ള ത്രിപുരയിൽ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ 20% വോട്ടിൽ നിന്ന് തുടങ്ങി 2 പൂഴിയംഗവും ഘടകവും കഴിഞ്ഞാൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോ മനുഷ്യർ നമ്മളോടൊപ്പം കൂടെ നിൽക്കാൻ തയ്യാറാവുകയും അവർക്ക് വേണ്ടി ഹൃദയം ചേർത്ത് വെക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുമ്പോ മാറ്റം നമ്മൾ ഉണ്ടാക്കും. നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. കളിയാക്കിയില്ലേ? 2 പേരില്ലാത്ത സ്ഥലത്ത് ഇന്ന് നമ്മൾ ഭരിക്കുകയാണ്. കണ്ണൂരിലെ മുനിസിപ്പാലിറ്റിയില് നമ്മുടെ മെമ്പർമാര് ഭരിക്കുകയാണ്. BJP എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട തൊഴിലാളിയെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയ പിണറായി വിജയൻ അന്ന് ജയിലിൽ പോകാത്തത് കൊണ്ട് വീണ്ടും
അവിടെ മറ്റൊരു കൊലപാതകം കൂടി കാണേണ്ടി വന്നുവെങ്കിലും ഇന്ന് വിളിച്ചു ചോദിക്കാൻ ആളുണ്ട്. ക്യാ മിസ്റ്റർ പിണറായി വിജയൻ, ക്യാ ചൽ രഹാ ഹൈ വാം? അമിത്ഷാജി ചോദിക്കുകയാണ് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ചോദിക്കാൻ ആർജവമുള്ള ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ദേശീയ തലത്തിൽ നമുക്കുണ്ടെങ്കിൽ, അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയുടെ കവചം നമുക്കുണ്ടെങ്കിൽ, ഈ കേരളത്തിൽ സത്യസന്ധമായിട്ടുള്ള പൊതുപ്രവർത്തനം നടത്താനുള്ള തന്റേടം നമുക്കുണ്ട് എങ്കിൽ മാറ്റിമറിക്കും നമ്മൾ. ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയെ ഇരുത്തി കസേരയിൽ ഇരുത്തുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഞാനും നിങ്ങളും മുന്നോട്ട് പോകും. നമുക്ക് ഇത്രയും വർഷം ആകാമെങ്കിൽ നമുക്ക് ഇനിയും എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു 10-12 വർഷം കൂടി ഇനിയും ബാക്കിയുണ്ട് കയ്യിൽ എന്നുള്ള ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ കൂടുതൽ സമയം സംഘടനയ്ക്ക് വേണ്ടി തരണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ എന്റെ പ്രസംഗത്തെ ഞാൻ എത്തിക്കുന്നില്ല. എനിക്ക് ഒന്നാമത്തെ ഹാളിൽ പരിപാടിയിൽ പ്രസംഗിക്കാൻ താല്പര്യമുള്ള ഒരാളെ അല്ല. എനിക്ക് സംസാരിക്കാനുള്ളത് പൊതുജനത്തോടാണ്. നിങ്ങൾ പാർട്ടിയുടെ ഏകാത്മ മാനവ ദർശനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പാർട്ടിയുടെ സംഘടനാ മെഷീനറിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനും നിങ്ങളും അറിയുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഒരേ കാര്യമാണ്. അങ്ങനെയുള്ള ആളുകൾ ഇരിക്കുന്ന ഈ വേദിയിൽ കൂടുതൽ പ്രസംഗങ്ങൾ നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ലോകം ഭാരതത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ച എന്ന് പറയുന്നത് അമേരിക്കയും ജപ്പാനും അതുപോലെ തന്നെയുള്ള വലിയ വലിയ ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് നമ്മുടെ രാജ്യത്തെയാണ്. എന്നാൽ കേരളത്തിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ പലായനം ചെയ്തു പോവുകയാണ്. അമ്മമാരും അച്ഛന്മാരും ഒറ്റപ്പെടുകയാണ്. വീടുകൾക്കുള്ളിൽ സന്ധ്യാസമയത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ വൃദ്ധരായിട്ടുള്ള അച്ഛനും അമ്മയും മാത്രമുള്ള വീടുകൾ അധികരിക്കുകയാണ് കേരളത്തിൽ. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കണം. നമുക്ക് എങ്ങനെയാണോ കേരളത്തിന് പരമമായിട്ടുള്ള ഒരു പ്രൗഢിയിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു മിഷനാണ്. ഇത് സ്വർഗഭൂമിയാണ്, ഇത് ദേവഭൂമിയാണ്. ഈ ദേവഭൂമി ഇന്ന് കൊട്ടേഷൻ സംഘങ്ങളുടെയും ലഹരി മാഫിയയുടെയും പിടിയിലാണ്. അധ്യാപകനെ തല്ലുന്ന വിദ്യാർത്ഥിയും നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറയുന്ന ചെറുപ്പക്കാരനും പഠിപ്പിക്കുന്ന ഗുരുനാഥൻ എന്താണ്? അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്നാണ് അല്ലേ? ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വെളിച്ചം സന്നിവേശിപ്പിക്കുന്നവൻ ആരാണോ അവനാണ് ഗുരു എന്ന് പഠിപ്പിച്ച ആ കേരളത്തിലെ കലാലയങ്ങളിൽ ഇന്ന് അധ്യാപികയെയും അധ്യാപകനെയും കൊല്ലുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. എങ്ങനെയായി? MDMA ലഹരി കേരളത്തിലേക്ക് ഒഴുകുകയാണ്. ആരാണ് ഈ ലഹരി മാഫിയ സംഘത്തിന്റെ തലവന്മാർ? ഒരു മന്ത്രി ഭരണഘടനയെ വെല്ലുവിളിച്ച കുന്തവും കൊടച്ചക്രവും എന്ന് പറഞ്ഞ് ഭരണഘടനയെ ആക്ഷേപിച്ച വെല്ലുവിളിച്ച ഒരു മന്ത്രി ചോദിക്കുകയാണ് 2 പഫ് എടുത്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ്, പ്രതിഭിക്കാണല്ലോ കുഴപ്പം. ചെറിയാന് കുഴപ്പമില്ല. ആർക്ക്? നമ്മുടെ വകുപ്പ് മന്ത്രിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം മകളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? അപ്പോ പൃഥ്വിയുടെ വീട്ടില് മകൻ എങ്ങനെ പോയാലും മന്ത്രിക്ക് ഒരു പ്രശ്നമല്ല. കാരണം വളർന്നു വരുന്ന ഒരു വനിതാ നേതാവ് ഇല്ലാതായിക്കൊള്ളും. വീട് നശിച്ചാൽ, ആ കുടുംബത്തിനകത്ത് അസ്വസ്ഥതയുണ്ടായാൽ അത് ഒരാളെ എണ്ണം കുറഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കേരളത്തിന്റെ മണ്ണിൽ പുറപ്പെടുവിച്ചത്. അപ്പോ ഈ തീവട്ടിക്കൊള്ളയും ഈ മയക്കുമരുന്ന് ലോബിയെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അരയാത്തറകളുടെ മുന്നിൽ പള്ളിയിലെ അച്ഛന്മാരും മദ്രസകളിലെ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാര്, മദ്രസ പണ്ഡിതന്മാരും നമ്മുടെ ആചാര്യന്മാരായിട്ടുള്ള ഋഷിവര്യന്മാരും ഒരുമിച്ച് ചേർന്നിരുന്നു കൊണ്ട് ഒരു ഗ്രാമത്തിലെയും പട്ടണത്തിലെയും കുട്ടികളെ നോക്കാൻ കവചം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു കേരളത്തെ നമ്മൾ സൃഷ്ടിക്കും. ആ കേരളത്തെ സൃഷ്ടിക്കാൻ എറണാകുളം ജില്ലാ ഘടകത്തിനും ബാധ്യതയുണ്ടാകും, സമയം കിട്ടും. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് എറണാകുളം ജില്ലയുടെ കാവൽക്കാരനായിട്ട് മിസ്റ്റർ ഷൈജുവിന് കടന്നു വരാൻ സാധിക്കും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് ആ ദൗത്യം ഷൈജുവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആശീർവദിക്കണം എന്ന് മാത്രം പറഞ്ഞ് ഇനി നമുക്ക് മറ്റൊരവസരത്തിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.